നമുക്കിന്നൊരു ഓട്ടോ യാത്രയിൽ നിന്ന് നമുക്ക് തുടക്കമായാലോ. അപ്പോൾ ഇന്നത്തെ ഒരു യാത്രാ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. അപ്പം ഞാനും കുഞ്ഞമ്മയും കൂടി ഒരുങ്ങി എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ തന്നെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മളൊരു സ്ഥലം വരെ പോവാം, അതായത് അങ്ങ് ദൂരെ ദൂരെ മലേഷ്യ എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ കൊല്ലം വരെ പോവാണ് കേട്ടോ. അപ്പോൾ കൊല്ലത്ത് പോകുന്നത് നമ്മൾ ബസ് കാത്ത് നിന്നിട്ട് നമ്മൾ ബസ്സിലായിരുന്നു പോകാനായിട്ട് നിന്നത് രാവിലെ തന്നെ. പക്ഷേ നമ്മൾ കാത്തു നിന്ന ബസ് നമ്മളെ പറ്റിച്ചു, കാര്യമായിട്ടങ്ങ് തേച്ചൊട്ടിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് കരുനാഗപ്പള്ളി പോലും നമ്മുടെ ഭരണിക്കാവിലെത്തി. ഇതാണ് നമ്മുടെ ഭരണിക്കാവിലെത്തി. അവിടുന്ന് പിന്നെ ഞങ്ങൾക്കൊരു പ്രൈവറ്റ് ബസ് കിട്ടിയായിരുന്നു നമ്മുടെ കൊല്ലത്തിറങ്ങാനായിട്ട്. അങ്ങനെ പിന്നെ കൊല്ലത്തെത്തിയിട്ട് അവിടുന്ന് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ പോകുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ വേറെ എങ്ങോട്ടുമല്ല, പാസ്പോർട്ട് ഓഫീസിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ഫുൾ ആൾക്കാരിങ്ങനെ ഗൗരവത്തോടെ ഇരിക്കും. ഒരു ചിരി പോലും ഉള്ള മുഖം എങ്ങും കാണുന്നില്ല. പിന്നെ ഞങ്ങളുടെ ആവശ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഞങ്ങൾ കൊല്ലം സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. അവിടെ വന്ന് ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ട് കയറി കേട്ടോ. ഏതാണ്ട് നമുക്ക് 9 മണിയായിരുന്നു റിപ്പോർട്ടിംഗ് ടൈം. നമ്മൾ ആ സമയത്ത് തന്നെ അവിടെ എത്തി. അതിരാവിലെ തന്നെ ആയിരുന്നു ഇറങ്ങിയത്. പിന്നെ ഒരു 10-10:30 വലിയ താമസമൊന്നും ഇല്ലായിരുന്നു. എല്ലാം പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു. ഒരു 10:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് വരാനായിട്ട് നമ്മളെ ഈ സ്റ്റാൻഡിലേക്ക് വന്നു. അവിടെ വന്നൊരു ഹോട്ടലിൽ കയറി കഴിക്കാനായിട്ട്. നമ്മൾ കഴിക്കാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ പൊറോട്ടയും ബീഫുമാണ്. എന്തിനെന്ന് അറിയത്തില്ല, അവർ ബീഫും പൊറോട്ടേൻ്റെയും കൂടെ ഒരു ഉഴുന്നുവട തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ദോശയുടെ ഇഡലിയുടെയൊക്കെ കൂടാണല്ലോ ഉഴുന്നുവട നമുക്ക് കിട്ടാറുള്ളത്. അന്ന് എനിക്കറിയത്തില്ല, അവർ ഉഴുന്നുവടയും കൂടി തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും വേണ്ടിയില്ല, ഞാനും കുഞ്ഞമ്മയും കൂടെ ഇങ്ങനെ ഫുഡൊക്കെ അടിയൊക്കെ നടത്തുകയാണ്. കാരണം രാവിലെ ഒന്നും കഴിക്കാതെ പോയേക്കുക, വെറും വയറോടെ പോയേക്കാണ് കേട്ടോ. ഇവിടെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സുന്ദരി മണി ഇവിടെ വന്നിരുന്ന് ബഹളം വെക്കുക. ഞാൻ എന്താ ചെയ്യാൻ വന്നാലും അവൾ അവിടെ വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, അവൾ ഇവിടെ വന്നിട്ട് കീ എന്ന് പറയുക. അങ്ങനെ പിന്നെ ഞാനും കുഞ്ഞമ്മയും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഞാനൊരു കോഫി വാങ്ങിച്ചായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ പുറത്ത് പോയിട്ട് ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുന്നത് എനിക്കിഷ്ടമല്ല, ഹോട്ടലിൽ നിന്ന് ചായ കുടിക്കുന്നത് എനിക്കിഷ്ടമല്ല. കാരണം ഞാൻ കടുപ്പം കുറച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ്. നമ്മൾ കടയിൽ ചെന്നിട്ട് കടുപ്പം കുറച്ച് തരാൻ പറഞ്ഞാലും അവർ കടുപ്പം കൂട്ടി തന്നെ തരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോഫിയാണ് വാങ്ങിച്ചത്. പിന്നെ കോഫി എനിക്കിഷ്ടമുള്ള ഒരാളും കൂടിയാണല്ലോ. പിന്നെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ബസ് സ്റ്റാൻഡിൽ കുറേ നേരം നിന്നതിന് ശേഷം നമുക്ക് പോകേണ്ട ബസ് വന്നു. നമ്മളതിനകത്ത് കയറിയിരുന്നു കേട്ടോ. അതിനകത്തൊന്നും ആരും കയറിയതൊന്നുമില്ല, ഡ്രൈവറും കണ്ടക്ടറും ഒന്നും ഇല്ലായിരുന്നു. ഞാനും കുഞ്ഞമ്മയും എന്തായാലും കയറി ഫസ്റ്റ് തന്നെ സീറ്റിൽ കയറിയിരുന്നു. അവിടെ കുറേ നേരം പോസ്റ്റായിരുന്നു കേട്ടോ. കുറേ നേരം ആ വണ്ടി അവിടെ പിടിച്ചിട്ടേക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അതിനകത്തിൽ ഇങ്ങനെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഒരു ബൂമറൊക്കെ ചവച്ചു. അങ്ങനെ വീണ്ടും നമ്മുടെ യാത്രയിലേക്ക് ആരംഭിക്കാം എന്ന് കരുതി വണ്ടി സ്റ്റാർട്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ കയറി. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്രയിലേക്ക് ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ പിന്നെ ഇങ്ങനെ യാത്ര പോകവേ ഞാനൊരു കൊല്ലംകാരി ആകുമ്പോൾ കൊല്ലത്തുള്ള കുറച്ച് കാഴ്ചകൾ എന്നാൽ കഴിയുന്ന രീതിയിൽ നിങ്ങളെ കാണിക്കണമല്ലോ. അപ്പം അങ്ങനെ അത്രയ്ക്കൊന്നും മനോഹരമായിട്ടൊന്നും പകർത്താൻ പറ്റിയിട്ടില്ല, എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പകർത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ യാത്രാമധ്യയിൽ ഇങ്ങനെ പോകവേ അപ്പോൾ നമ്മുടെ കൊല്ലത്തെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ നീണ്ടകരയാണ്. നീണ്ടകര ഹാർബറും എല്ലാം കൂടെ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കടലും കായലും കൂടെ സംഗമിക്കുന്ന ഒരു സ്ഥലമാണിത് കേട്ടോ. ഇവിടെ അഴിമുഖമാണ്. നമ്മുടെ ആലപ്പുഴയിലുണ്ട് പൊഴിമുഖം, അവിടെ മണൽ വന്ന് ചേരുന്നതാണ്, അവിടെ മണൽ നീക്കം ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഒരു ഇത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എനിക്ക് അങ്ങനെ ഒരു അറിവുണ്ട്. ഇത് നമ്മുടെ അഴിമുഖമാണ്. ഇവിടെ 2 സൈഡിലും പാറക്കെട്ടുകളാൽ നിർമ്മിക്കപ്പെട്ട അഴിമുഖമാണ്. ഇവിടെ കടലും കായലും കൂടെ വന്ന് ചേരുന്ന ഏരിയയാണ് കേട്ടോ, നീണ്ടകരയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ടും നടന്നു നമ്മുടെ ബസ്സിലിങ്ങനെ വരികയും നമ്മളടുത്ത ഒരു കാഴ്ച കണ്ടു. എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രമാണ്. പുരുഷന്മാർ ചമയ വിളക്കെടുക്കുന്ന ക്ഷേത്രം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കാഴ്ചകൾ. പിന്നെന്ന് പറഞ്ഞാൽ ഭരണിക്കാവിൽ ഇറങ്ങണം, അവിടുന്ന് പിന്നെ ബസ് പിടിച്ച് വീട്ടിലെത്തണം, അത്രയേ ഉള്ളായിരുന്നു. അപ്പം ഇത് കുഞ്ഞൊരു യാത്രാവിശേഷമായിട്ടാണ് വന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.